മനുഷ്യന്മാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം അറിയാൻ കഴിയും. ചില മനുഷ്യർ എപ്പോഴും സന്തോഷവാന്മാരും ഉത്സാഹവാന്മാരും ആവേശമുള്ളവരും മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് സന്തോഷത്തെ വാരി വിതറുന്നവരുമായിരിക്കും. പക്ഷേ മറ്റു ചിലർ എപ്പോഴും ദുഃഖിതന്മാരും സങ്കടമുള്ളവരും വേദനിപ്പിക്കുന്നവരും കഷ്ടപ്പാടുള്ളവരും മറ്റുള്ളവരുടെ ഉള്ളിൽ എപ്പോഴും വിഷമങ്ങളും വേദനകളും മാത്രം പങ്കുവെക്കുന്നവരുമായിരിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, ചില മനുഷ്യർ എപ്പോഴും തങ്ങളുടെ സന്തോഷങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു നൽകുമ്പോൾ ചിലർ ദുഃഖങ്ങളെ മാത്രമേ പങ്കുവെച്ച് നൽകുന്നുള്ളൂ. ഇതിൻ്റെ കാരണം അവരുടെ ജീവിത അനുഭവങ്ങളല്ല, ഈ അനുഭവങ്ങളെ അവർ എങ്ങനെ സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും എല്ലാവിധ അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. സങ്കടങ്ങളുണ്ടാകുന്നുണ്ട്, സന്തോഷങ്ങളുണ്ടാകുന്നുണ്ട്, വേദനകളുണ്ടാകുന്നുണ്ട്, തളർച്ചകളുണ്ടാകുന്നുണ്ട്, ഉയർച്ചകളുണ്ടാകുന്നുണ്ട്, രോഗങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ അനുഭവങ്ങളെ അവർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുന്ന മനുഷ്യർക്ക് സന്തോഷമുള്ള അനുഭവങ്ങൾ മാത്രമല്ല ഉള്ളത്. സങ്കടകരമായ അനുഭവങ്ങളുണ്ട്, വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. എപ്പോഴും ദുഃഖിതരായിരിക്കുന്ന മനുഷ്യർക്ക് ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും ദുരിതങ്ങളും മാത്രമല്ല ഉള്ളത്. അവരുടെ ജീവിതത്തിലും ഒട്ടനവധി സന്തോഷം നൽകിയ അനുഭവങ്ങളും ഉണ്ട്. പക്ഷേ അതിനെ അവരെങ്ങനെ സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് സന്തോഷമുള്ള മനുഷ്യരുടെ പ്രത്യേകതകൾ. നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഭക്ഷണം പാചകം ചെയ്യാനായി മുറം ഉപയോഗിക്കും. മുറത്തിൽ എന്തെങ്കിലും വസ്തു, കല്ലും നെല്ലുമുള്ള എല്ലാ വസ്തുക്കളും ഇട്ടാലും അവരത് പാറ്റിക്കൊഴിച്ച് അതിൽ നല്ലതിനെ ശേഖരിച്ച് വെക്കുകയും വേണ്ടാത്തതിനെ പുറത്ത് കളയുകയും ചെയ്യുന്നു. ഇതുപോലെ മനസ്സിനും ഒരു സ്വഭാവമുണ്ട്. ഇതിനെ മുറം മനസ്സ് എന്ന് വിളിക്കുന്നു. കാരണം മുറം മനസ്സുള്ളവരുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളെല്ലാം തുല്യമായിട്ടാണ് വന്നു വീഴുന്നത്. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഉയർച്ചയുണ്ട്. പക്ഷേ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെല്ലാം അവരെന്ത് ചെയ്യും? പാറ്റി കൊഴിച്ച് കളഞ്ഞ് നല്ല അനുഭവങ്ങളെ മാത്രം അവർ ശേഖരിച്ചു വെക്കും. അപ്പോൾ അവർ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ സന്തോഷകരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ആ സന്തോഷാനുഭവങ്ങൾ അവർ ചുറ്റും പ്രസരിപ്പിക്കും. എന്നാൽ സങ്കടകരമായ അനുഭവമുള്ള മനുഷ്യർ, എപ്പോഴും ദുഃഖിതരായിരിക്കുന്ന മനുഷ്യർ, എപ്പോഴും സങ്കടം മാത്രം പറയുന്ന മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്നോ? അവർ അരിപ്പ പോലെയായിരിക്കും. അവരുടെ മനസ്സൊരു അരിപ്പ പോലെയായിരിക്കും. അരിപ്പയുടെ പ്രത്യേകത എന്താണ്? അരിപ്പ നല്ലതിനെയൊക്കെ താഴേക്ക് വിട്ടിട്ട് വേണ്ടാത്തതിനെ ശേഖരിച്ചു വെക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളല്ല, നമ്മുടെ ജീവിത അവസ്ഥകളല്ല, ഏതു മനസ്സുകൊണ്ടാണ് നാം അവയെ സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സന്തോഷവാന്മാരോ സങ്കടമുള്ളവരോ ദുഃഖിതരോ ആക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവാന്മാരായിരിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ഒരു മുറം മനസ്സാണ്. ആ മുറം മനസ്സിനെ സ്വാംശീകരിക്കാൻ കഴിയുന്നവർക്ക് ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കും. അതിനുള്ള ഒരു എളുപ്പമാർഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ എണീറ്റ ഉടനെ നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണുക. എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് ഇന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് എണ്ണുക. അങ്ങനെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണിക്കൊണ്ട് നമുക്കൊരു മുറം മനസ്സിലേക്ക് മാറാം. അപ്പോൾ അരിപ്പ മനസ്സിൽ നിന്നും മുറം മനസ്സിലേക്ക് മാറുക എന്നുള്ളതാണ് സന്തോഷകരമായ ജീവിതം നയിക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ.